ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമാളൂസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ നേരത്തെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുളിയെല്ലാം നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ അനൗൺസ്മെന്റ് പോകുന്നു. മുല്ലപ്പെരിയാർ തുറന്നു വിടാൻ പോകുന്നു. ആറിന്റെ തീരത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എങ്ങോട്ടേക്ക് ഓടാന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധുമേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സുച്ചേച്ചി തിരുവല്ലാന്ന് വിളിച്ചു. ഒത്തിരി പേര് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു റാന്നിന്ന്. പിന്നെ ഓരോരുത്തടത്തുനിന്നും എൻ്റെ അനിയത്തിക്കുട്ടി ആയിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സേഫാണോ എന്ന്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എന്തെല്ലാം ആപത്തനർത്ഥങ്ങളാണ് ഉണ്ടായേക്കുന്നതെന്ന് അറിയാമോ. നെടുങ്കുണ്ടം, അതുപോലെ തന്നെ തൂക്കുപാലം, പിന്നെ വണ്ടിപ്പെരിയാറ്, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന്റെ ശല്യം ഭയങ്കരമായിട്ടുള്ള ആപത്താണ് ഉണ്ടായിരിക്കുന്നത്. വണ്ടിയൊക്കെ ഒഴിപ്പം നിങ്ങൾ കണ്ടു കാണും ന്യൂസിനകത്തൊക്കെ അല്ലേ. പക്ഷെ നമ്മുടെ ഇവിടെ ഇതുവരെ ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തീരുമാനമായാലും നമ്മുടെ കാര്യവും തീരുമാനമാവും. പിന്നെ എല്ലാം തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. അമ്മമാതാവിനോട് പറയാം എല്ലാം എന്താണോ നടക്കേണ്ടത്. ദൈവം അറിയാവൊന്നും വരത്തില്ലല്ലോ. അപ്പം അങ്ങനെ വരട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. എങ്ങോട്ടും നമുക്ക് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം ഈ വീടാണ്. ഇതിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഇപ്പോൾ കുട്ടാടെ എവിടെയോ അല്ലെ കുമാരി ചേച്ചിയുടെ എവിടെയോ ഒക്കെ പോയാൽ വെള്ളം വരികയല്ലേ, സന്തോഷത്തിനോടെയൊക്കെ പോയാൽ എങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് ജീവിക്കും? അതിപ്പോൾ അതും വെള്ളം വരുവാണെങ്കിൽ അങ്ങ് കൊണ്ടുപോട്ടെ, അതേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എന്നെ ചെയ്യാൻ പറ്റും? ഒത്തിരി പേര് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, സിന്ധുമേ സേഫാണോ? നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു എന്നാ പറഞ്ഞത് കിച്ചണിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും മിസ് ചെയ്യേണ്ട, ഓടിപ്പിക്കണ്ടോ. സന്ധ്യവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ട് കേട്ടെ. അപ്പം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. എന്നാണെന്നറിയത്തില്ല. ഇത് നോക്കി, മഴക്കാറ് കണ്ടോ എങ്ങനെയുണ്ടെന്ന്. കണ്ടോ മഴക്കാറ്? ഒരു രക്ഷയില്ലാത്ത മഴക്കാറാണ് കേട്ടോ. എൻ്റെ ദൈവമേ, എന്നാ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ദൈവോണക്കത്തെ മഴക്കാറും കാര്യങ്ങളുമാണ്. ഇടിയും മിന്നലും. ഇപ്പോൾ എന്നാ അനൗൺസ്മെൻറ്റ് വന്നതെന്നറിയോ? നല്ല മഴക്കാറും കാര്യങ്ങളുമാണ് കേട്ടോ. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ഈ സന്ധ്യയായപ്പോൾ പറഞ്ഞോണ്ട് പോകുന്നത് എന്നാണെന്നറിയോ? പിന്നെ മുല്ലപ്പെരിയാർ 167 അടിയായി. അതുകൊണ്ട് കുറച്ചുകൂടെ തുറന്നു വിടും. എല്ലാവരും ജാഗ്രത പാലിക്കാൻ. നമ്മൾ എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? എങ്ങോട്ടേക്ക് ഓടാൻ പറ്റും? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും നമുക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിനകത്ത് അല്ലേ. എങ്ങോട്ടേക്ക് ഓടാൻ പറ്റും? എനിക്കറിയത്തില്ല. എന്തൊരു ഭയങ്കരമല്ലേ തമിഴ്നാടും കേരളവും ഇങ്ങനെ. അത് എങ്ങനെയെങ്കിലും ഒന്ന് പണിത് സെറ്റാക്കാൻ നോക്കാണ്ടേ ഈ മനുഷ്യനെ എല്ലാ ആണ്ടിലും ഇങ്ങനെ ആദ്യ പിടിപ്പിക്കുക. അത് സാധാരണ മഴക്കാലത്ത് ഉള്ളായിരുന്നു. ഇതിപ്പം ത്രാമാസത്തിൽ വേനൽക്കാലത്ത്. ഇന്ന് 1 തീയതിയാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുള്ളൂ, വരുമ്പോൾ മരുന്നോണക്ക് വരട്ടെ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങോട്ടൊരു കൂടി രക്ഷപ്പെടാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. എൻ്റെ പൊന്നെ, ഇപ്പം പലപ്പോഴാന്ന് തോന്നുന്നു അനൗൺസ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് പോകുന്നു. 6 സൈഡിൽ കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. എങ്ങോട്ട് നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് കയറിയാൽ എന്തായാലും മുല്ലപ്പെരിയാർ നമ്മൾക്ക് എല്ലാവർക്കും ആപത്താണ്. പക്ഷേ 6 സൈഡിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, രോഗികളായ അമ്മമാരും അച്ഛന്മാരും ഉണ്ട്, ഗർഭിണികളായ സ്ത്രീകളുണ്ട്. ഞാനുണ്ടല്ലോ, ചേട്ടായി വരാറായിട്ടുണ്ടേ. കുളിക്കാൻ വെള്ളം വെച്ചു, എന്നാ പറഞ്ഞേ, എല്ലാ കറിയും ചോറും സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി ചട്ടിച്ചോറാക്കി കൊടുക്കുക ഇന്ന് സാറിനെന്ന് വിചാരിച്ചു ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ചേട്ടായിക്ക് ഒരു സ്വഭാവമുണ്ട്. ചട്ടിക്ക് അത് ഈ എല്ലാം കൂടെ ഇങ്ങനെ ഒരു പാത്രത്തിനകത്തൊക്കെ വെച്ച് കൊടുക്കുന്നത് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ചട്ടിച്ചോറ് ഇപ്പോൾ പ്ലേറ്റ് ചോറാകുമെന്ന് അത്ര എന്തായാലും ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് എല്ലാം കൂടെ വെച്ച് കൊടുക്കുക അല്ലേ. ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ പാടുപെട്ട് അതിന് വേണ്ടിയിട്ട് വേറെ കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോയ്ക്ക് അത് കണ്ടാൽ മതി കേട്ടോ, എന്നൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ചേട്ടായിക്ക് വെള്ളമൊക്കെ ചൂടാക്കിയിട്ടു, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു, എല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ വന്ന് വീഡിയോയ്ക്ക് വൈൻഡപ്പോടെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരുന്നതാണ് കേട്ടോ. എന്നാ പറയാനാ, മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പം ഈ സന്ധ്യയ്ക്ക് ശേഷം ഒരു 3-4 പേര്, എൻ്റെ ചേച്ചിക്കുട്ടി, കുറേ 3-4 പേര് വിളിച്ചിട്ടുണ്ടായി കേട്ടോ. എൻ്റെ പൊന്നെ, അവർക്ക് എല്ലാവർക്കും ടെൻഷനും വെപ്രാളും. പ്രശ്നമില്ലല്ലോ, സുനിൽ വന്നോ, സിന്ധു തന്നെ ഇരിക്കുവാണോ, എൻ്റെ ദൈവം എന്തുമാത്രം ആകുലതയോടെ ചോദിക്കുന്നതെന്നറിയോ. ഇപ്പം വരെ ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിന് ഇല്ല. പിന്നെ അങ്ങനെ ഇപ്പം മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് നാളെ അടുത്ത നിമിഷം ശ്വാസം വിടാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു കാലത്തിലൂടെയാണല്ലേ നമ്മുടെയൊക്കെ കടന്നു പോക്കിപ്പം. കുഴപ്പമില്ലാന്നേ, ദൈവം വരുത്തുന്നവർക്കൊക്കെ വരുത്തട്ടെ. അല്ലാതെ തന്നെ പറയുന്നത് നമ്മുടെ അമ്മമാതാവിനോടും ഭഗവാനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അതല്ലാണ്ട് എന്നെ ചെയ്യണം. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അതല്ലാണ്ട് എന്നെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഈ അനൗൺസ്മെന്റ് കേട്ട് 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 ഞങ്ങൾക്ക് ഇതിപ്പം കേൾക്കുമ്പോൾ ഒരു വലിയ ഇതില്ല. പക്ഷേ ഓരോരുത്തരും ന്യൂസ് ചാനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുങ്ങൾക്കെല്ലാം പിടിയും. ഇപ്പോൾ അനിയൻ്റെ വിജി വിളിച്ചു സുഖുവിൻ്റെ ആലപ്പുഴന്നേ, ഭയങ്കര ടെൻഷൻ. അമ്മ ഇതുവരെ വന്നില്ലേ, പിന്നെ സുനിലണ്ണൻ ഇതുവരെ വന്നില്ലേ, ചേച്ചി തന്നെ ഇരിക്കണോ? എൻ്റെ ദൈവം ആ ആകലതയും വേദാതിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഭയങ്കര വണ്ടി ഒഴുകി പോകുന്ന കണ്ടു, അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന്. അതൊക്കെ ഇന്നലെയാണ്. ഇതുവരെ നേരമ്പോഴത്തെ ഇതുവരെ 1 തീയതിയാണ് തുലാമാസം. പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇന്നലെ ഇങ്ങനെ ഈ ടൈമിലൊന്നും വലിയ മഴയില്ലായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷമാണ് ഇവിടെ മഴ പെയ്തത്. 10 മണിക്ക് ശേഷം നിന്ന് കുലുങ്ങുന്ന മാതിരിയൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു. അത്രയും ഉണക്കത്തെ ഇടി മിന്നലും ഒന്നും പറയണ്ട. ചേട്ടായി സുഖമായിട്ട് കിടന്നുറങ്ങി. ചേട്ടായി ചാടിപ്പറിച്ച് എണീറ്റും ഇടിയും കൂടെ കേട്ടിട്ട് പിന്നെ പെട്ടെന്ന് കറണ്ടും കൂടെ പോയി. അപ്പം അങ്ങനെ. അപ്പം ഇനി എപ്പോഴാണ് ഏത് സമയത്തേക്കാണ് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നടത്തില്ല. കാലാവസ്ഥേനെ ഒന്നും നമുക്ക് ആർക്കും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ കൈകളിൽ മാത്രം. അപ്പം എല്ലാം തമ്പുരാൻ ഇഷ്ടം പോലൊക്കെ ആവട്ടെ എന്ന് ഞാൻ കരുതുക, പ്രാർത്ഥിക്കുക. എൻ്റെ നാളെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോഴേ ഒത്തിരിയും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ വെള്ളം വന്ന് അതിൻ്റെ വണ്ടേ കൂടെ ഒരു തോടിയിട്ട് പോകാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അല്ലാണ്ട് നമ്മൾ ഒരിടത്തോട്ട് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടം ബുദ്ധിയൊക്കെ ആയിരുന്നു, അത്ര അങ്ങനെ ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ എന്തൊരു കാര്യം എന്നാ പറയുന്നത്, എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒരു 3-4 പ്രാവശ്യം ആലോചിക്കും. അത് തിരിച്ചും മറിച്ചും എല്ലാം ആലോചിച്ച് നോക്കും. അപ്പോൾ അതിനകത്തെ വരുംവരായികൾ നമുക്ക് മനസ്സിലാക്കി തരും ദൈവം എന്ന് പറഞ്ഞോണെങ്കിൽ. ഇപ്പോൾ ഇത് കെട്ടും കിടക്കുക എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് വട്ടയോ സാധനമോ പേപ്പറോ കാര്യങ്ങളോ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പോകാം, സന്തോഷത്തോട്ടോ കൂട്ടാനോട്ടോ അല്ലെങ്കിൽ കുമാരിച്ചേച്ചിലോട്ടോ ഒക്കെ പോകാം. പക്ഷേ ഇത് പൊട്ടി ഒഴുകി നമ്മുടെ വീടും എല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ പട്ടയവും കഷ്ടത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്നാ ഭക്ഷണം കഴിക്കുന്നത്? ഒരു 4 ദിവസം നമുക്ക് കൂടപ്പുറപ്പൊക്കെ നമുക്ക് തരാൻ കാണും. അത് കഴിയുമ്പോൾ അവർക്കും ഇല്ലെന്നാവും. ഉപ്പേറെ മൊത്തം നശിച്ചു പോയി, ഒന്നും വരാൻ പറ്റത്തില്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. സുനാമി ആയിട്ടും കോവിഡായിട്ടും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഉരുളുപൊട്ടിച്ചായിട്ടും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ആ കൂടെ പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ പോട്ടെ, അല്ലാണ്ട് പറ്റും നമുക്ക് ആർക്കും പിടിച്ചു വെത്താൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കുകയല്ല. ഒന്നുമില്ലെന്നേ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ മഴക്കാലം ആകുമ്പോഴത്തേനും നമ്മളിങ്ങനെ ശരിക്കും ഒന്ന് വരണ്ട് എല്ലാ വർഷവും അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഞങ്ങളന്നേരം എൻ്റെ കെട്ടിക്കുന്നതിനൊക്കെ മുമ്പ് എനിക്കൊരു 10-12 വയസ്സ് 5-6 പഠിക്കുമ്പോഴാണ് മുല്ലപ്പെരിയാറ് പൊട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം ഓടി വന്ന് നമ്മുടെ വീടിൻ്റെ തറവാട് വീടിൻ്റെ മുകളിലൊരു പാറയുണ്ട്. ആ പാറയുടെ മണ്ടയിലും കുട്ടായുടെ വീടിൻ്റെ അവിടെ ഒരു വലിയ പാറയുണ്ട്, ഞെട്ടപ്പാറ എന്ന് പറയും. അവിടെ എല്ലാ ആൾക്കാർ കൂടി എന്നാ വെള്ളം ഒഴുകി പോകുന്നത് കാണാനും മുല്ലപ്പെരിയാറ് പൊട്ടിയെന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തുള്ളവരെല്ലാം പേടിച്ച് ഓടിക്കാറി വന്ന ഒരു കാലമുണ്ട്. ഇപ്പോഴും അതെൻ്റെ മൈൻഡിലുണ്ടാവും. എന്നാ പറഞ്ഞ വെകുളി പിടിച്ച് പേടിച്ച് മനുഷ്യരുടെ ഓട്ടം. നമ്മൾ ഓടാനും മറക്കാനും ഒന്നും പോകുന്നില്ല. വന്നാൽ വരട്ടെ, അല്ലാതെ എന്താ ചെയ്യാനാ? അപ്പോൾ ചേട്ടാ ഈ രൂപ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഈ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടോ? അത് മഴക്കാലത്തൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതല്ലേ ചേട്ടായി. പേടിയുണ്ടോ? ഞാൻ ചെന്നാ പേടിക്കാനാ? ഞാനഥവാ പൊട്ടി വന്നാൽ നിങ്ങൾ ഇച്ചിരി കൂടെ താഴെയാ, ഞാൻ ഇച്ചിരിയുടെ ഫ്രണ്ടിലൊക്കെ വരുമെന്നാണ് ഉള്ളത്. വിഷ്ണു ആണെങ്കിൽ തമാശനാണെന്ന് പറയും, അമ്മയും പപ്പായും വരുമ്പോൾ അവനവിടെ കണ്ടൊരു ഇത് കെട്ടിവെച്ചേക്കാന്ന്, മല കെട്ടിവെച്ചേക്കാന്ന്. എൻ്റെ ദൈവമേ, തമാശനാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും നടക്കാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമായിട്ട് ഭദ്രമായിട്ടിരിക്കട്ടെ. രാവിലെ തന്നെ മുട്ടം പണി കിട്ടിയേക്കോട്ടെ. എന്നാ ചെയ്യുമെന്ന് പറയും. ഞാൻ ഇന്നലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ചുറ്റോട്ടോ എന്തേലുമാണോ എൻ്റെ പൊന്നമ്മ. ഇത് എന്നതാ ഫുള്ളതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ മതി, അയ്യോ മതി. ഇനിയിപ്പോൾ നിറയെ ഒരു സൈസ് ഉറുമ്പ് വരും, ഈ കൂനുറുമ്പെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം തന്നെ തൂത്ത് തുടച്ച് കളഞ്ഞില്ല. ഇതിൻ്റെ ഇത് തിന്നാൻ വേണ്ടി ഇനി എങ്ങനെ വാരിക്കളയും? നനഞ്ഞ് കിടക്കുന്നവരൊന്നും വരാനും പറ്റത്തില്ല. ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് ഒന്ന് നോക്കി, എട്ടുകാലി വന്നിരിക്കുന്നു നോക്കി. ഇതൊക്കെ എവിടുന്ന് വരുന്നോ? ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ വീഡിയോ എടുത്തത്, അന്നേരം ഒന്നുമില്ല. ഇതൊക്കെ ഇവിടുന്ന് ക്ഷുദ്രജീവികളെല്ലാം കൂടെ നമ്മുടെ വീട് അതിക്രമിച്ച് കയറും ചേട്ടായി. കണ്ടോ ഇത് കണ്ടോ? എനിക്ക് വയ്യ. ഇപ്പം ജോസിയാൻ്റെ പൂവൻ കൂവുന്നുണ്ട്. ഇപ്പോഴാണോ അവന് നേരം വെളുത്തത്? ഇനി എണീക്കാത്ത ആരെല്ലാം ഉണ്ടെന്ന് അതായിരിക്കും. പക്ഷെ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മഞ്ഞ് പോകുന്നതാണ് നല്ല രസമുണ്ടല്ലേ. ഉണ്ടോ? പുകയുന്ന പോലെ, തീയൊക്കെ പണ്ടിടുമ്പോഴത്തെ പോലെ.
സാറ് ദേ പോകാനായിട്ട് നിൽക്കുന്നു. അയ്യോ ഞാൻ അവിടെ തൂക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങട്ടെ, നല്ല ഏരിപ്പിട്ടുകൊണ്ട് ഇറങ്ങാതെ. അയ്യോ നല്ല ഏരിപ്പിട്ടുകൊണ്ട് ഇറങ്ങാതോ. ഞാൻ തൂത്ത് കളയട്ടെ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇല്ലാത്ത സ്ഥലത്ത് മാത്രം വന്ന് നിന്നതുകൊണ്ടോ അവിടെ എല്ലാം നിറച്ചതേ. തൂക്കട്ടെ, തൂത്തുവാരി കളട്ടെ. ഇവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ എന്നതെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട് സാധനങ്ങൾ. ഇതേ തുമ്പിയിരിക്കുന്നുണ്ട്. അതെങ്ങനെ ഇടേ അവിടെ അങ്ങനെ ഉണ്ടോ? പെയിൻറ്റ് ഇളകി വരുന്നുണ്ടോ? എന്നൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഈയിടെ പെയിൻറ്റ് അടിച്ചല്ലേ നമ്മൾ. ഉണ്ടോ തുമ്പിയിരിക്കുന്നുണ്ടോ? ഇത് എല്ലാ ജീവികളും ഇങ്ങോട്ടേക്ക് വരും. ജനലേലെല്ലാം അതെ കേട്ടോ. ചുക്രി ചുക്രിയല്ല ഇത്. അഞ്ച് എനിക്ക് ചെറുതാക്കട്ടെ. പണ്ട് ഞാനും പിടിക്കുമായിരുന്നു. എന്നിട്ട് കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് പിടിപ്പിക്കും. അയ്യോടാ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അതേ പറന്നുപോയി. പറന്നതേ പോയി. ആ ചെടിയെ പോയിരുന്നു. ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇത് കുറേ പച്ചമുളക് ഇന്നലെ മേടിച്ചു. 50 രൂപ കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞു. പിഞ്ചടി കൂടുതലും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത്രയും മൂത്തിട്ടില്ലാത്തതെന്നൊക്കെ. എന്നിട്ട് ഉപ്പും വിനാഗിരി ഒഴിച്ച് വാട്ടിച്ചു. ഇനി വെയിലില്ലാതെ മഴയുടെ ഇതാണ്. ഇത് ഉള്ള വെയിലത്ത് എടുത്ത് വെക്കാം. എനിക്ക് എല്ലാ ദിവസവും ചൂണ്ടുകൂടെ 2 വറുത്ത് തന്നേക്കണമെന്ന്. പുതിയ കറിയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറക്കുമതിയാവേ. ഇത് പരിപാടി ഉള്ളതാണ് സ്ഥിരം. ചിലപ്പോൾ പാവയ്ക്കായിരിക്കും മേടിച്ചത്. എന്നിട്ട് പറയും പാവയ്ക്ക ഉണക്കണം കേട്ടോ. ഒരു 2-3 കഷ്ണം കഴിക്കും. എന്നിട്ട് ഞാൻ ബാക്കി കഴിച്ചോണം. അത് പാവയ്ക്കൊക്കെ എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് മുളക് ഇഷ്ടമില്ല. ഇതിനകത്ത് ഇച്ചിരി തൈരൂടെ പറ്റി വെച്ചാലൊക്കെ നല്ലതാണ് ഉണങ്ങിയാൽ. പക്ഷേ ഈ മഴയായതുകൊണ്ട് തൈരൊക്കെ വെച്ചാൽ എങ്ങനെയാവുന്നതില്ല. എന്തായാലും ഞാൻ കൊണ്ടുപോയി മുറ്റത്ത് വെയിലത്ത് വെക്കട്ടെ. ഇച്ചിരി കുഞ്ഞു വെയിൽ വരുന്നുണ്ട്. ഉള്ള വെയിലത്ത് കൊണ്ട് വെക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. വറ്റ തീ കറി വെക്കാൻ പോവുക. കഴുകി കണ്ടിച്ച് വെള്ളത്തിൽ ഇട്ടതാണേ. പിന്നെ ഈ വറ്റ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചു. പിന്നെ ബീറ്റ്റൂട്ട് കറിമക്കണം. പിന്നെ പാവയ്ക്കുണ്ട്. പാവയ്ക്കായി ഞാനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പാവയ്ക്കയ്ക്ക് കണ്ടമാനം വിഷം അടിക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് അവനെയും തോരൻ വെക്കണം. ചുമ്മാ ഒരു ബീറ്റ്റൂട്ടോട് വെച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ ദേ വറ്റ കറി വെക്കാനായിട്ട് പോകണം കേട്ടോ. പിന്നെ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചു. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്കൊരു കുട്ടി പരിപാടിയുണ്ട്. അതിനകത്ത് പോകണം. അത് 11 മണിക്കാണ്. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ പോകണം. അതിനു മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെ പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് പോകണമെങ്കിൽ ഉഷാറല്ലേ. അപ്പോൾ വേണ്ട എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കടുകും ഉലുവയും ഒന്നും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പൊടിയായി ഇറക്കുന്നത് കേട്ടോ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഉലുവയും കടുവൊക്കെ ഇടുമല്ലേ ഇത്. ഇന്ന് ഞാൻ അതിൻ്റെയൊക്കെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരുന്നത്. അതെല്ലാം നല്ല കൊഴുപ്പമായിരിക്കും. പക്ഷേ എന്നാ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം കിളിമീൻ വെച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു. അത് അമ്മമാരുടെ നമ്മുടെ വെല്ലുമച്ചിയൊക്കെ വെച്ച് തന്ന സൈസൊക്കെ കറി വെച്ചിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരട്ടെ. എന്നാൽ തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ. പെട്ടെന്ന് തന്നെ കഴിയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെ സാധാരണ ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപയോഗിക്കാറുള്ളൂ. അതൊരു 3-4 ദിവസമൊക്കെ ഇരിക്കാനാണ്. ഇതിപ്പോൾ കുറച്ച് മീനല്ലേ ഉള്ളൂ. എന്നാണോ ഇന്നലെ ഇപ്പം കഴിഞ്ഞ ദിവസം കിളിമീൻ വെച്ചിട്ട് ചേട്ടായി കൂട്ടി. അല്ല മീൻ വലിയ ബുദ്ധിമുട്ടാണ് കൂട്ടാനായിട്ട്. അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തെന്നാൽ തീ കുറച്ച് വെക്കണേ. കഴിഞ്ഞ ദിവസം ഞാൻ പൊടിയൊക്കെ കുഴച്ചിട്ടല്ലേ നിങ്ങളായിട്ട് കാണിച്ചേ. ഇന്ന് പൊടിയൊന്നും കുഴക്കുന്നില്ല. ചുമ്മാ ഇടാൻ പോകും. എല്ലാ ദിവസവും ഓരോ വെറൈറ്റി ആവട്ടല്ലേ. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി കുറച്ച് മീനേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് പുകയുന്നവർക്ക് കാണുന്നുണ്ടെങ്കിലും പൊടി കരിയുന്നില്ല കേട്ടോ. ഈ ചട്ടിയുടെ ആണേ. അതിനാന്ന് വെച്ചാൽ ഈ ചട്ടി എണ്ണ ഇങ്ങനെ കുടിച്ചിട്ടേ അതാ. എന്നിട്ട് നമ്മുടെ ഈ നന്നായിട്ട് അരപ്പ് മൂപ്പിക്കണം. നല്ല രീതി അരപ്പിൻ്റെ ഒരു മൂപ്പ് അനുസരിച്ചായിരിക്കും കറിയുടെ ടേസ്റ്റ്. അപ്പോൾ അരപ്പൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ പുളിവെള്ളം ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് തീ കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ചോറ് ഇളകിയിട്ടില്ല. ഓക്കെ. ഇനി ഇവനൊന്ന് തിളച്ച് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ട് വേണം നമുക്ക് മീനെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ തിളക്കട്ടെ. ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. തിളക്കട്ടെ.
അപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് കഷ്ണം പെറക്കിയിട്ട് കൊടുക്കാം കേട്ടോ മീൻ്റെ. ഞാൻ ഒരു 16 കിട്ടിയിട്ട് പിന്നെ വെള്ളത്തിയിട്ട് വെച്ചേക്കുക. ചേട്ടായി അറിയാതെ സിന്ധു കഴുകാൻ തുടങ്ങി ഞാൻ മിക്കവാറും അതിൻ്റെ ബാലൻസ് ഒന്നും കാണത്തില്ലത്. എനിക്ക് കുറേ അല്ല അത് സൂപ്പറായിട്ട് കഴുകിയെടുക്കണ്ടേ, നീറ്റായിട്ട് കഴുകിയെടുക്കണ്ടേ, അങ്ങനല്ലേ അല്ലേ? അതിൻ്റെ കഷ്ണമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എനിക്ക് എല്ലാ പണിയും തീർത്ത് വെച്ചിട്ട് പോകണം. വന്ന് കിടന്ന് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് മടുത്ത് അങ്ങനെ എനിക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എല്ലാ പണിയും തീർത്ത് വെച്ചിട്ട് പോകാൻ എനിക്കിഷ്ടം. ഒരു അത് പിന്നെ നമ്മൾ അഥവാ മടുത്താണ് വരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ എവിടെ ഇറങ്ങി വരും വീടൊക്കെ ആണല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എല്ലാം വലിച്ചു വാരിയൊക്കെ ഇടാണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകണം. എന്നാന്നറിയോ, നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകുന്ന എങ്ങനെയായിരിക്കും എന്നായിരിക്കും എന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ പോയിട്ട് വരുന്ന വഴി നമ്മുടെ ഒരു ഫ്രണ്ട്സോട് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലോട്ട് വരിക അതെന്ന് പറയുമ്പോൾ നമ്മൾ വരുമ്പോൾ അയ്യോ അതെല്ലാം നിരന്ന് കിടക്കുവാണല്ലോ, നമുക്കൊരു ആകുലത വേണ്ടല്ലോ, ടെൻഷൻ വേണ്ടല്ലോ. അപ്പോൾ എല്ലാം രാവിലെ തന്നെ നമ്മൾ എവിടെയാണെങ്കിലും പോകുന്നതിന് മുമ്പ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് വെച്ചിട്ട് പോകണം. ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരട്ടെ മീൻകറിയുടെ ഒരു ലുക്ക് കണ്ടോ. മീൻകറി വറ്റക്കറി ഇവിടെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇനി. അപ്പം നമ്മൾ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മീൻ വറുക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വറക്കാമെന്ന് വിചാരിച്ചേ. എന്താണെന്ന് വെച്ചാൽ ചിന്നരോട് അരപ്പ് പൊടിച്ചോട്ടെ. ഇത് ഉലുവായും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, പൊടിയാണേ. ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ചൂട് വറക്കുന്നത് നമുക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് വറുത്താൽ മതിയല്ലോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം സെറ്റാണ്. ഒരു ലേശം വെളിച്ചെണ്ണയോട് നമുക്ക് പുറമെ ഒഴിച്ചു കൊടുക്കാവേ. ഓക്കെ, ഇനി ഇതിവിടെ ഒന്ന് ഉരുകിയിരിക്കട്ടെ. നമുക്ക് ചെറിയ ടീമിന് കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ്, പൊളി. കണ്ടോ നമ്മുടെ വറ്റക്കറി, അടിപൊളി കറിയാണ് കേട്ടോ, സൂപ്പർ കറിയാണ്. അപ്പോൾ അവനിവിടെ ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് തുറന്ന് വെക്കും, ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴുക്കാതൊക്കെ പെട്ടെന്നിരിക്കും. അപ്പോൾ അവനവിടെ ഇരിക്കട്ടെ, ബാക്കി പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവരോട് ഇടിച്ചു കൂട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.